എഫിൻ്റെ പോലീസിൻ്റെ ഉള്ളിലും മറ്റാരൊക്കെ ഉണ്ടെന്നുള്ളത് ഈ നാട്ടിലെ LDF ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യേകിച്ച് CPM ആളുകൾ പറഞ്ഞു. അതിന് വെപ്പട്ടിയൊക്കെ അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ഇത് രാവിലെ തൊട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ രാവിലെ എന്നോട് ഒരു ചോദിച്ചില്ലേ, എവിടെ പിന്നെ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എന്താ? തട്ടിക്കൊണ്ടുപോയ UC എന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിയുടെ പേരെന്താ, ആ കോളേജ് എന്താ, അവർ വോട്ട് ചെയ്ത് എന്താ ഒരു ബന്ധപ്പെട്ട അതിൻ്റെ പ്രോഗ്രഷൻ എന്താ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ആദ്യം പെൺകുട്ടീൻ്റെ പേര് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയായി, ഇപ്പം അതിനെക്കുറിച്ച് അഡ്രസ്സ് ഇല്ല. സമാനമായി ഏത് പെൺകുട്ടിയെ മോചിപ്പിച്ചുകൊണ്ടാണ്? ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ട്. ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതിലൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ. അത് കേവലപരമായി രാത്രി ഇപ്പം നിങ്ങളെല്ലാവരും ലൈവായിട്ട് അത് കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്നത് മാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ്. ഇപ്പം എല്ലാവരും എന്താ കരുതുക? ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ്, കൊടും കുറ്റവാളിയാണ്, അത് 5-6 പോലീസുകാർ. ഈ പ്രതീതി എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആ കുട്ടി ഇവിടെ, അതെ, പോലീസാണ് അത് ഉണ്ടാക്കിയത്. അതും ആരുടെ ആവശ്യപ്രകാരം? MSF അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം. MSF എന്തേ ചോദിച്ചിട്ടുള്ളൂ? പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേരണമെന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല. ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം? മുഴുവൻ അതിൻ്റെ മുമ്പിൽ 10-50 ആൾക്കാരുണ്ട്. ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിൻ്റെ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് ഈ പറയുന്ന അടിസ്ഥാനം എന്താണ്? അതിനെന്താണ് തെളിവ്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്താണ് തെളിവ്? ആ തെളിവിന് അടിസ്ഥാനം MSFൻ്റെ മിയർ അക്യൂസേഷനാണ്. ആ അക്യൂസേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം പോലീസ്? അല്ല, അത് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ ദീപ്തി SI എന്തിനാണ് ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട കാര്യം എന്താ? പോടാന്നൊക്കെ വിളിക്കേണ്ട കാര്യം എന്താ? വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ പോടാ, നീ ചെയ്യുന്ന പോലെ ചെയ്യും, ഇങ്ങനെ ആക്ഷേപിക്കുക, പ്രശ്നം രൂക്ഷമാക്കുക. എന്തിനാ? ഇവിടുത്തെ കൺസേൺ ആയിട്ടുള്ളത് ടൗൺ SHO ആണ്. ടൗൺ SHOനോട് കുറേ നേരം ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനല്ലേ? അവരിവിടെ കാണുന്നില്ല, ക്രമസമാധാന പാലനല്ലേ? ആ ക്രമസമാധാന പാലനം നടത്തണ്ടേ? ഞങ്ങൾ സാധാരണ പോലീസിനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നല്ല കണ്ണൂർ സർവകലാശാലയിൽ ഇലക്ഷൻ നടത്താറ്. ഞങ്ങൾ ഇവിടെ 25 വർഷമായി ഇലക്ഷൻ നടന്നു വരുന്നു, വിജയിച്ചു വരുന്നു. തീർച്ചയായും അതെ. ഞാൻ നിങ്ങളോട് 2 ചോദ്യവും അങ്ങോട്ട് വെക്കുകയാണ്. എവിടെ തട്ടിക്കൊണ്ടുപോയി UC? ആ UCൻ്റെ ഡീറ്റെയിൽസ് എവിടെ? ആ UC എവിടെ നിന്നാണ്? എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അവരുടെ അഭിപ്രായം? അല്ല, ഞാൻ പറയുന്നത് അത് അക്യൂസേഷൻ്റെ മുകളിലാണ്. MSFൻ്റെ അക്യൂസേഷൻ്റെ മുകളിൽ അങ്ങനെ തടഞ്ഞു വെച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാമല്ലോ. അവരിവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട് ചോദിക്കാം അവർക്ക്. അത് ഈ പോലീസിൻ്റെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരിപ്പോൾ പലതും പറയും. വെപ്പട്ടിയൊക്കെ അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ചിലരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല, ചിലരങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു SI ഇവിടെയുണ്ട്.